എന്തെല്ലാം കഷ്ടപ്പാട്. ഗോപാ, അടുക്കളയിലേക്ക് 2 ബക്കറ്റ് വെള്ളം കൊണ്ടുവാ. കൊണ്ടുവരുന്നു. രണ്ടാക്കുന്ന എന്തിന്? ഒരു 10 എണ്ണം കൊണ്ടുവരും. മനുഷ്യനെ ഒരുമാതിരി. നല്ലൊരു അവസാനം ഉണ്ടായാൽ മതിയായിരുന്നു. എന്തോന്നാ തന്റെ ഒരു ഒടുക്കത്തെ കുടി? ഒരിക്കൽ കൂടി വേണമെന്നോ? വേണം വേണം, തരാം കേട്ടാ. പോന്നതിന് മുമ്പ് എല്ലാം കൂടെ ചേർത്ത് തരാം. ഹിന്ദി മാത്രം പോയാൽ മതിയായിരുന്നു. അവനെ ഞാൻ ഒതുക്കി, പൈപ്പിന്റെ ടാപ്പ് അടച്ചു. ഇനി വൈകുന്നേരം വരെ അവൻ വെള്ളം കോരിക്കൊണ്ടിരിക്കും. അത് മതി, വരട്ടെ. ഒരു കാര്യം, നീ 1/2 മണിക്കൂർ കൂടെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ പൈപ്പ് തുറന്നു വിടും. പിന്നെ ആ ചൂല് നേരെ നിന്റെ അടുത്ത് വരും. ഇല്ല 1 മണിക്കൂറെങ്കിലും അവളെ സ്വൈരായിട്ട് കിട്ടുമല്ലോ. 1/2 മണിക്കൂർ. 1/2 മണിക്കൂർ നീ ഇവിടെ വെയിറ്റ് ചെയ്യുവേ. ഞാൻ ക്ലാസ് എടുക്കട്ടെ. ഗോപാ, എനിക്കൊരു ബക്കറ്റ് വെള്ളം. ദാണ്ടെ കൊണ്ടുവരുന്നേ. ദൈവമേ, ഇപ്പോഴെങ്കിലും പൈപ്പിൽ വെള്ളം വരല്ലേ. മോളുടെ കല്യാണം. സദ്യ കാണുമോ? കാണും. 4 തരം പ്രഥമൻ വിളിക്കാൻ വന്നിരിക്കുന്നു. എന്നോ പിന്നെ കുളിക്കാം. ഗോപാ, ഇപ്പൊ കൊണ്ടുവരാം. അക്കര ഇക്കര നിന്നാലെങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. ഒന്നുകിൽ ആൺകിളി അക്കരയ്ക്ക്, അല്ലെങ്കിൽ പെൺകിളി ഇക്കര. നിന്റെ ആ വേലക്കാരൻ ചെറുക്കന്റെ പോക്ക് തീരെ ശരിയല്ല. എപ്പ നോക്കിയാലും അവൻ വീടിന് പുറവശത്താ. വിറക് കീറാനാ, തുണി അലക്കാനാണെന്നൊക്കെ പറഞ്ഞു. അപ്പുറത്ത് ആ വേലക്കാരി പെണ്ണുണ്ടല്ലോ. നിങ്ങളുടെ ഈ സ്വഭാവം വെച്ചോ മറ്റുള്ളവരാളക്കരുത്. ഞാനൊന്നും പറയുന്നില്ല. ശ്രദ്ധിച്ചാൽ സത്യം മനസ്സിലാവും. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതെങ്ങനെ ഇവിടെ വന്നു? മീനുന്റെ അല്ലേ? നീ തച്ചു കൊടുത്തോ? അമ്മയുടെ ആണോ? അല്ല സാറിന്റെ ആണോ? എന്നാ ഇത് ഇവിടത്തെ അല്ല. എടീ ജാനു, എടീ ധാരണടി. അയ്യോ, ഇത് എന്റെ ആണല്ലോ. ഇതെങ്ങനെ അവിടെ വന്നു? കാറ്റത്ത് പറഞ്ഞു ഒന്ന് വീണതായിരിക്കും. കാറ്റ് കൈകൊണ്ട് എടുത്ത് ഇവിടെ കൊണ്ട് നിട്ടതായിരിക്കും. എടാ, നീയല്ലേ അവിടെ ബ്ലൗസിനെ കൊണ്ട് ഇവിടെ ഇട്ടത്? ഇല്ലമ്മേ, ഞാൻ എന്തിനങ്ങനെ ചെയ്യണം? കള്ളം പറയരുത്. ബ്ലൗസ് എടുക്കാനാണെന്നും പറഞ്ഞ് അവളെ ഇങ്ങോട്ട് വരുത്താം, അല്ലെങ്കിൽ ബ്ലൗസ് കൊടുക്കാനാണെന്ന് പറഞ്ഞ് നിനക്ക് അങ്ങോട്ട് പോകാം. എന്റെ അച്ഛനാണ്, എനിക്ക് അറിഞ്ഞൂടമ്മേ. സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവമാണ് പറഞ്ഞേക്കാം. മാഷ് പോയോ മോളെ? പോയി. ഞാൻ ആ അർത്ഥം ചോദിച്ചതില് മാഷക്ക് വിഷമുള്ളതായിട്ടൊന്നും സൂചിപ്പിച്ചില്ലോ? മാഷത് അപ്പോഴേ മറന്നു. ഞാൻ വെറുതെ ഒരു നേരം പോക്ക് ഉണ്ടാക്കിയതാ. അർത്ഥമൊക്കെ മാഷ് പറഞ്ഞത് തന്നെ ശരി. പിന്നെ മോളെ കോളേജിൽ ഹിന്ദി പഠിപ്പിക്കുന്ന ആരാ? ഒരു വത്സല ടീച്ചർ. ആ ടീച്ചറെ ഒരു ദിവസം വീട്ടിലേക്ക് വിളിക്കണം. നമുക്കൊരു പാർട്ടി കൊടുക്കാം. വത്സല ടീച്ചറിനെ മാത്രം കേട്ടോ? ട്യൂഷൻ മാഷിനെ കൂട്ടാം. നിന്റെ ഹിന്ദി ഇമ്പ്രൂവ് ആയതിനെ കണ്ടിട്ട് അവർക്ക് 2 പേർക്കുമാണല്ലോ. എപ്പോ വിളിക്കും? ടീച്ചറോട് ചോദിച്ചിട്ട് പറയാം. എന്തൊരു തൊന്തരവ്, ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്, ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തര അയ്യണ എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്, ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തരവ്,
ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്. അയ്യോ എന്തൊരു തൊന്തരവ്. ചേടാ പല തവണ ആ എംബോക്കെ നീ വെറുതെ വിട്ടു. എങ്ങാണ്ടൊന്ന് വന്ന ഒരു തെണ്ടി ഈ തറവാടിന് മാനം കളയുമല്ലോ ഭഗവാനെ. നിങ്ങൾ എന്തായി പറയുന്നത്? നിന്റെ ആ വിശ്വസ്തനായ വേലക്കാരനുണ്ടല്ലോ, അവൻ അവൻ ഒന്ന് പറ. പോയി നോക്ക്. എവിടെ? ചെല്ലേ. അവിടെ പുറയിൽ. എന്നോട് പറഞ്ഞാൽ ഞാൻ എടുത്തു തരുമായിരുന്നല്ലോ. സാരമില്ല. എടാ എടീ, പട്ടാപ്പകൽ ഇങ്ങനെ കൂട്ടാൻ നിനക്ക് നാളല്ലേടി? നീ ഒരു പെണ്ണാണോ? എടീ, ഞങ്ങൾക്ക് മാനം വരെയൊക്കെ ജീവിക്കണേ. തള്ളയോ തള്ള നിന്റെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അമ്മ ഈ കാറ്റ് വന്നിട്ട് ഇതിന്റെ എടാ, നീ മതിലോട് ഇപ്പുറത്ത് വരണ്ട, അവിടെ തന്നെ പോയി താമസിച്ചോ. അയ്യോ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അയ്യോ ഞാൻ ആരോട് പറയും? വലിയ പണക്കാരിയാണെന്നുള്ള ഭാവം നീ എന്റെ അടുത്ത് കാണിക്കണ്ട. തൊലി വെളുത്ത ചെറുപ്പക്കാരെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. എടീ, നിന്നെ ഞാൻ തെമ്മാത്തമ്മണ്ടല്ലോ. ഇവിടെ ചോദിക്കാൻ പറയാൻ ആളുണ്ട്. എന്റെ ഭാര്യയെ പറ്റി അനാവശ്യം പറയാനുണ്ടല്ലോ. എന്റെ ഭാര്യയ്ക്ക് എത്ര ഭർത്താക്കന്മാരാണ് നിലവിലുള്ളത്? അമ്മ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇറങ്ങാൻ. കാസർഗോട്ടുള്ള എന്റെ കുടുംബം. അവന്റെ ഒരു കുടുംബം ആ വിചാരം കൊണ്ടോടാ. എനിക്ക് പ്രായമായ ഒരു മോൾ ഇവിടെ ഉണ്ട്. നിന്നെ പോലെ അമ്മയും പെങ്ങളും തിരിച്ചറിയാത്തവനെ ഇവിടെ നിർത്തിക്കൂടാ. ഇപ്പുറത്തിറങ്ങണ്ട, അതിലൂടെ പോ. ഈ കാറ്റ് വന്ന് ഇതിന്റെ വരാൻ പറഞ്ഞില്ലേ? വരാൻ. ആരാ? വെള്ളം തരുമോ കുടിക്കാൻ? ഇവിടെ എത്തിയപ്പോ പ്രഷർ കൂടി. ഇത്ര നേരം ആ ഗേറ്റ് കുത്തിയിരിക്കുകയായിരുന്നു. അയ്യോ, എന്നിട്ട് ആരും കണ്ടില്ല? കണ്ടാ തന്നെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുവോ? കാലം അതായി പോയില്ലേ. കുറച്ച് വെള്ളം താ മോളെ. ഇങ്ങോട്ട് കയറിയിരുന്നോളൂ. ഇതാ. എവിടെയാ വീട്? കുറച്ചകലെയാ. ഇവിടെ എവിടെയോ എന്റെ ഒരു ബന്ധു താമസമുണ്ട്. ഇന്നലെയാ അറിഞ്ഞത്. കാലത്തെ തപ്പി ഇറങ്ങിയതാ. ആരാ? വീട്ടുപേരെന്ത് പറയും? അതല്ലേ കുഴഞ്ഞത്. എന്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ മോളും ഭർത്താവുമാണ്. ആലപ്പുഴക്കാരാ. ആലപ്പുഴക്കാരോ? ഈ സ്ട്രീറ്റിൽ ആലപ്പുഴക്കാരായിട്ട് എന്റെ അറിവിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ആലപ്പുഴ എവിടെയാ മോളുടെ വീട്? മുല്ലയ്ക്കൽ. അമ്പലത്തിന്റെ കിഴക്ക്. അച്ഛന്റെ പേരെന്താ? വാസുദേവക്കുറുപ്പ്. ദൈവമുണ്ടെന്ന് പറയുന്നതിൽ വല്ല അത്ഭുതമുണ്ടോ മോളെ? അല്ലെങ്കിൽ ഇവിടെ എത്തിയപ്പോ തന്നെ പ്രഷർ കൂടാനും, വന്ന് വിളിച്ചപ്പോ മോള് തന്നെ കഥ തുറക്കാനും, വെള്ളം ചോദിച്ചപ്പോ മോര് കൊണ്ടെത്തരാനും. ഇതിനാണ് മുജ്ജന്മ ബന്ധം എന്ന് പറയുന്നത്. ഈ വീടാകാൻ 6 മണി മുതൽ തപ്പി കിടക്കുന്നത്. എനിക്ക് മനസ്സിലായില്ലെന്ന്. ഞാനും വാസുദേവനും 10ാം ക്ലാസ് വരെ സനാതനത്തിൽ ഒന്നിച്ചു പഠിച്ചവരാ. ജയവിജയന്മാരെ പോലെ കഴിഞ്ഞവരാ ഞങ്ങള്. നിന്റെ കല്യാണത്തിന് വന്നില്ല എന്നുള്ളതാ എന്റെ പേരിലുള്ള പരാതി. അതെങ്ങനെ? ഞാനിന്ന് കാശ്മീരിലല്ലായിരുന്നോ? ഒരു കാര്യം ചെയ്യും, ഈ വേഷമൊക്കെ മാറി ഒന്ന് ഇറങ്ങ്, നമുക്ക് വീട്ടിലേക്കൊന്ന് പോയിച്ചു വരാം. ചേച്ചിക്കാ നിന്നെ കാണണമെന്ന് വലിയ നിർബന്ധം. ചേട്ടനോടൊന്ന് ചോദിക്കാതെ? അത് ധർമ്മം. വീട്ടിലുള്ള ആണുങ്ങളോട് ചോദിച്ചിട്ട് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ എന്തും ചെയ്യും. എന്റെ ഭാര്യ അങ്ങനെയാ. അല്ല, അത് വീട്ടിൽ വന്ന് കാണുമ്പോ നിനക്ക് മനസ്സിലാവും. നിന്റെ ഭർത്താവ് ഓഫീസിൽ പോകുന്നതിന് വരണമെന്ന് വിചാരിച്ചാ കാലത്തെ കുത്തിപ്പിടിച്ചിറങ്ങിയത്. ഞാൻ ചായ എടുക്കട്ടെ? ഇനി ഇപ്പൊ ചായയോ ചോറോ എന്ത് വേണേലാവാം. മോളെ, ഇന്ന് തന്നെ വാസന എഴുതിക്കോ. PK നായരും അമ്മ വന്നിരുന്നു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇന്നോ നാളെയോ ഞാൻ മാമ്മന്റെ കൂടെ വീട്ടിലേക്ക് പോകും. നീ ഇവിടെ താമസിക്കാൻ വന്ന വിവരം എന്നെ അറിയിച്ചില്ലല്ലോ എന്നോർത്തവൻ നാണം കിടണം.